കാക്കനാട് അതിശക്തമായ കാറ്റും മഴയും. കാക്കനാട് കളക്ടറിന്റെ തൊട്ട് മുന്നിലുള്ള പവിത്രന്റെ വീട്ടിലേക്ക് വൻ മരം കടപുഴുകി വീണു. വീട് തകർന്നു. വീട്ടിലുണ്ടായിരുന്നവർ അത്ഭുതകരമായി ഓടി രക്ഷപ്പെട്ടു. ഞാൻ ഇതിൻ്റെ അകത്തിരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് നല്ല കാറ്റ് വന്നു. കാറ്റ് വന്ന് ഒച്ച കേട്ടിട്ട് ഞാൻ ചാടി പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നു. തൃക്കാക്കര ഫയർഫോഴ്സ് എത്തിയാണ് അപകട സാധ്യതകൾ ഒഴിവാക്കിയത്. തൃക്കാക്കര നഗരസഭാധികൃതരും വില്ലേജ് അധികൃതരും സ്ഥലത്തെത്തി. പൊട്ടി വീണിട്ടുണ്ട്, ഒരു സ്ഥലത്ത് പൊട്ടി വീണിട്ടുണ്ട്. ഷീറ്റൊക്കെ പോയി. ഷീറ്റിട്ട വീട് അതിൻ്റെ മോളൊക്കെ പൊളിഞ്ഞ് മൊത്തം പൊട്ടി. 4 ദിവസവും പൊട്ടി. കിടക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയായി. നമ്മളൊരു 30 വർഷത്തോളമായി. 30 വർഷമായി അല്ലേ? അപ്പം ഈ വീട് പണിയാനുള്ള ധനസഹായങ്ങളൊന്നും കിട്ടില്ലായിരുന്നു? ഇതുവരെ ഒന്നും കിട്ടിയില്ല. മുഖ്യമന്ത്രിയുടെ ഇതിൽ പട്ടയം തരാമെന്ന് പറഞ്ഞിട്ടും തന്നിട്ടില്ല. മുഖ്യമന്ത്രി നവകേരള സദസ്സിൽ അതും ഇതുവരെ തരാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാ. ഇതുവരെ തന്നിട്ടുമില്ല. തന്നില്ല. ഏകദേശം 30 വർഷത്തോളമായി നിങ്ങൾ ഈ കഷ്ടത അനുഭവിക്കണം. അതെ അതെ. ഓക്കെ. ഇപ്പൊ ഈ വീട് ഏതായാലും പൊളിഞ്ഞല്ലോ, ഇതിനകത്ത് കിടക്കാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഇത് കിടക്കാൻ ഇനിയിപ്പോ എന്തെങ്കിലും മെയിൻ്റെനൻസ് ചെയ്യാതെ കിടക്കാൻ പറ്റത്തില്ല. ഏതായാലും നല്ല മഴയാണല്ലോ വരുന്നത്. മഴയാണ്. അപ്പൊ അതുകൊണ്ട് അടിയന്തരമായിട്ട് എന്തെങ്കിലും ഇത് ചെയ്യാനുള്ള സഹായം കിട്ടണം. മഹാദയനീയമാണ് ഇവരുടെ അവസ്ഥ. ഉദ്യോഗസ്ഥർ ഇനിയെങ്കിലും ഇതൊന്ന് കണ്ണു തുറന്ന് കാണണം. 30 വർഷമായി ഇവർ ഇവിടെ താമസിക്കുന്നു. ഇതുവരെയും പട്ടയം ലഭിച്ചിട്ടില്ല. ബന്ധപ്പെട്ട അധികാരികളുടെ മുന്നിലെല്ലാം കൈനീട്ടി. ഇനിയും അമാന്തം അരുത്. ഞാൻ പ്രദീപ്, ന്യൂ ഇന്ത്യ, നന്മ 24 ന്യൂസ്.